റെയിൻബോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ കറി എങ്ങനെ തയ്യാറാക്കാം, അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആദ്യമേ 1/4 കിലോ കൊഴിയാള, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 കപ്പ് തേങ്ങാപ്പാല്, ഒരു സവാളയുടെ പകുതി നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 2 വറ്റൽമുളക് കുറുകെ അരിഞ്ഞത്, ഒരു 3 ചെറിയ പീസ് കൊടംപുളി, ഒരു 2 ടേബിൾ സ്പൂൺ കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. ചെറിയ കച്ചട്ടി കച്ചട്ടി ഒന്ന് ചൂടാകട്ടെ. കച്ചട്ടി ചൂടായി, ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കറിവേപ്പില തീ കുറച്ച് വയ്ക്കുക. ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഒന്ന് അടച്ച് വയ്ക്കുക. ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ഒന്നുകൂടി ഇളക്കി കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പിടാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊടംപുളി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ ഒന്ന് ഇളക്കി തീ കൂട്ടി വയ്ക്കുക. ഒന്ന് അടച്ച് വയ്ക്കുക. ഇതൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. കൊഴിയാളയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കുക. അടച്ച് വയ്ക്കുക. കറി നല്ല തിളച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ തക്കാളിയും കൂടെ ഇടുക.
കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കുക. കറി നല്ല തിളയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം പാകത്തിനാണോ എന്ന് നോക്കുക. ഉപ്പ് കുറച്ച് കുറവുണ്ട്, കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പെല്ലാം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാവുന്നതാണ്. ഇനി ഇത് തുറന്ന് തന്നെ ഇരിക്കട്ടെ. നല്ല കൂടിയ തീയിൽ വയ്ക്കുക. തുറന്ന് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്യണം. ഇപ്പോൾ തക്കാളി എല്ലാം വെന്ത് കറിയെല്ലാം കുറുകി അങ്ങനെ നല്ല കുറുകി സെറ്റായിട്ടുണ്ട്. മീനൊക്കെ വെന്ത് കറി സെറ്റായി നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ലാസ്റ്റായിട്ട് ഈ ഓഫ് ചെയ്തതിന് ശേഷം കറിയുടെ മുകളിലായിട്ട് നമുക്ക് ഈ കറിവേപ്പില വിതറി കൊടുക്കാം. കറിവേപ്പില വിതറി ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് അതൊന്ന് സെറ്റാകാൻ വയ്ക്കാം. അടപ്പ് മാറ്റി നോക്കാം. നല്ല പഴമക്കാരുടെ മീൻകറി റെഡിയായിട്ടുണ്ട്. ഇത് ചോറ്റിലൊഴിച്ച് നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോസുമായിട്ട് ഞാൻ റെയ്മോസ് കിച്ചനുമായിട്ട് ഉടനെ വരുന്നതാണ്. താങ്ക് യു.